ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദൻ. ഭാഗം 1707. ഇന്ന് സെപ്റ്റംബർ മാസം 2-ാം തീയതി 246-ാമത്തെ ദിവസത്തിലെത്തി. എട്ടുനോമ്പിന്റെ 2-ാം ദിനമാണ്. മറിയമുള്ളിൽ സംഗ്രഹിച്ചു എന്നതിന്റെ ഒരർത്ഥം അവൾ പ്രത്യാശയോടുകൂടി ദീർഘമായി കാത്തിരിക്കാൻ കൂടി പഠിച്ചെന്നും പരിശീലിച്ചെന്നുമാണ്. നോബൽ സമ്മാനമൊക്കെ കിട്ടിയ ഹെർമൻ ഹെസ്സയുടെ മനോഹരമായ നോവലുണ്ട് സിദ്ധാർത്ഥ. അതില് ആ കഥാപാത്രം തന്റെ ഏറ്റവും മികച്ച കഴിവുകളിൽ ഒന്നായി ഏറെ അഭിമാനത്തോടുകൂടി നമ്മളോട് പങ്കുവെക്കുന്നത് എനിക്ക് കാത്തിരിക്കാൻ കഴിയുമെന്നാണ്. കാത്തിരിക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഒരാളുടെ പാകത അളക്കാനുള്ള ഏറ്റവും മികച്ച അളവുകൾ. ശുഭപ്രതീക്ഷയും വിശ്വാസവുമുള്ള ഒരാൾക്ക് മാത്രമാണ് കാത്തിരിക്കാൻ കഴിയുക. നാളുകൾ നീണ്ട ആത്മീയ സാധനകൾക്കൊടുവിലാണ് അത്തരമൊരു മനസ്സ് ഒരാൾക്ക് ഒന്ന് സ്വരൂപിക്കാൻ പറ്റുക. പ്രത്യാശ നിറഞ്ഞ കാത്തിരിപ്പ്. അങ്ങനെ കാത്തിരിക്കാൻ തയ്യാറുള്ളവർക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായ ചിലത് ദൈവവും ഒരുക്കുന്നുണ്ട്. ക്ഷമയില്ലാത്തവർക്ക് അമൂല്യമായ പലതും കൈമോശം വരികയും ചെയ്യും. എല്ലാവരും പെട്ടെന്നുള്ള കാര്യസാധ്യത്തിന് അമിത പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. മറിയമാവട്ടെ നമ്മൾ ഓരോരുത്തരെയും ഇങ്ങനെ നിർബന്ധിക്കുന്നതും പരിശീലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ കുറെ കൂടി ശാന്തതയില് എല്ലാം ഒന്ന് ഹൃദയത്തില് അടുക്കി ഒന്ന് ധ്യാനത്തിലായി സ്വയം സമർപ്പിപ്പാനാണ്. സത്യം വെളിപ്പെട്ട് കിട്ടാനായിട്ട്, പതിയാണേലും നീതി നടപ്പാക്കി കിട്ടാനായിട്ട്, പ്രാർത്ഥനകൾക്കും യാതനകൾക്കും മറുപടി കിട്ടാൻ വേണ്ടി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കായി കാത്തിരിക്കുന്നവർ പ്രതീക്ഷ കൈവിടരുത്. നല്ലതെന്ന് നമ്മുടെ വെറും മാനുഷിക ബുദ്ധി കരുതുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ദൈവം നിഷേധിക്കും, അല്ലെങ്കിൽ നൽകാനായിട്ട് ബോധപൂർവ്വം കാലതാമസം വരുത്തുന്നുണ്ടാവും. അതൊക്കെ എന്തിനാണ്? ഏറ്റവും ബെസ്റ്റ് നമുക്ക് തരാൻ വേണ്ടിയാണ്. ക്ഷമയോടെ പ്രാർത്ഥിച്ച് നിശബ്ദതയില് ധ്യാനിച്ച് കാത്തിരിക്കുന്ന മറിയം, ആ മറിയം സ്വന്തമാക്കിയത് യേശുവിനെ തന്നെയാണ്. അത് എന്തുമാത്രം നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പൊന്മുട്ടയിടുന്ന താറാവിന്റെ വയറ് കീറുന്നവരുടെ എണ്ണം നമുക്കിടയിൽ ഏറി വരുന്ന ഈ കാലത്ത് എങ്ങനെയാണ് എല്ലാവരും ഒന്ന് കാത്തിരിക്കാനായിട്ട് പഠിക്കുക. ഫോണിന്റെ നെറ്റൊന്ന് സ്ലോ ആയാൽ പോലും ക്ഷമ തീരെ നശിക്കുന്നവരല്ലേ നമ്മൾ ഓരോരുത്തരും. വേദഗ്രന്ഥം നിറയെ കാത്തിരിപ്പുകളുടെ ചരിത്രമാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തെ വെളിച്ചത്തിലേക്കെത്താൻ ഏതാണ്ട് 9 മാസക്കാലത്തെ ഒരു കാത്തിരിപ്പുണ്ടെന്നുകൂടി നമ്മൾ ഓരോരുത്തരും എപ്പോഴോ മറന്നുപോയിട്ടുണ്ട്. പരിശുദ്ധ അമ്മ മറിയം നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഒന്ന് കാത്തിരിക്കുക. പ്രാർത്ഥനയോടുകൂടി ആമേൻ.